എൻ്റെ പേര് രാജേന്ദ്രൻ. കല്യാണം കഴിഞ്ഞ് ഒരു 5 വർഷത്തോളമായിട്ട് കുഞ്ഞുങ്ങളായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഈശോയോട് ഒരുപാട് പ്രാർത്ഥിക്കുകയും അങ്ങനെ 5-ാമത്തെ വർഷം ഭാര്യ പ്രഗ്നൻ്റ് ആയ സമയത്ത് 3-ാമത്തെ മാസം സ്കാനിങ് ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ ആ ഭാഗത്ത് ക്ലാരിറ്റി ഇല്ല, ഒന്ന് ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞ് ഒരു ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു ഡോക്ടർ. അതിനുശേഷം നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഒരു ടെസ്റ്റ് കൂടെ നടത്തി. അതിൻ്റെ റിസൾട്ട് ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിലാണ് വന്നത്. ആ റിസൾട്ടിൽ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം പോസിറ്റീവായിട്ടാണ് കണ്ടത്. ഇത് കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് ചികിത്സിക്കും കാര്യങ്ങളുമായിട്ട് ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഈശോയോട് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുകയും വിശ്വാസത്തോടെ മുമ്പോട്ട് പോവുകയും ചെയ്തു. കുഞ്ഞ് എങ്ങനെ ഡൗൺ സിൻഡ്രോം ആണെങ്കിലും ഞങ്ങൾ അബോർട്ട് ചെയ്യുന്നില്ല, മുമ്പോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. ഡോക്ടർ അബോർഷൻ ചെയ്യണമെന്ന് എടുത്ത് പറഞ്ഞു അബോർഷൻ ചെയ്യണമെന്ന് എടുത്ത് പറഞ്ഞു. പക്ഷെ അവർ ഈ ദൈവത്തിൽ വിശ്വസിച്ചു. ഡെലിവറി ആയി, കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആ സമയത്ത് ഒരു ശ്വാസതടസ്സം ഉണ്ടായിരുന്നു. ഗർഭപാത്രത്തിലെ വെള്ളം കുറഞ്ഞുകൊണ്ട് സിസേറിയൻ ആയിരുന്നു. അതിനുശേഷം ഒരു 12 ദിവസത്തിന് ശേഷമാണ് ഓക്സിജൻ മാസ്ക് കുഞ്ഞിന് മാറ്റേണ്ടി വന്നത്. അതിനുശേഷമാണ് ഓക്കെ ആയത്. സാധാരണ മറ്റു കുട്ടികളെ പോലെ തന്നെയാണ്, ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ വെയ്റ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വെയ്റ്റ് ലോസ് ആയിരുന്നു ആദ്യം. ആ സമയത്ത് കുഞ്ഞിനെ അച്ഛനെ കാണിക്കാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ ബ്ലസ് ചെയ്ത്. അപ്പോൾ ഇവർ ആലത്തൂർ കൊണ്ടുപോയി സ്കാൻ ചെയ്തു അല്ലേ? സ്കാൻ ചെയ്ത് എന്താ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ചിന് ഞരമ്പിൽ വീക്ക് വരുന്നു, മസിലൊക്കെ കുറവായിരുന്നു, ബ്ലഡ് കുറവ് അതൊക്കെ ഉണ്ടായിരുന്നു. സീരിയസ് ആയിട്ടുള്ള അസുഖമാണ്, മസിൽസിനൊക്കെ വീക്കം വരുന്ന എന്തൊരു രോഗമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ സഹോദരി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ അവരിവിടെ കൊണ്ടുവന്നു. പിന്നെ അസ്ഥികളുടെ താഴ്വര, അതിലെ വചനം വെച്ച് പ്രാർത്ഥിച്ചു. അസ്ഥികളുടെ വര എസെക്കിയേൽ 37:1-14 വെച്ച് പ്രാർത്ഥിച്ചു. കൊച്ചിനെ കൊണ്ടുവന്നു. കൊച്ചിനെ നമ്മൾ ബ്ലസ് ചെയ്ത് വിട്ടു. അതിനുശേഷം ഇവർ ശുശ്രൂഷയിൽ പങ്കെടുത്തു. കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ കർത്താവ് തന്നൊരു മെസ്സേജ് ഇതാണ്: കൊച്ചിൻ്റെ രോഗം പൂർണ്ണമായിട്ട് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു, വിശ്വസിക്കുന്നുണ്ടെന്ന്. ഇവർ അക്രൈസ്തവരാണ്. അവൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് ഈശോ മാത്രമേ സൗഖ്യപ്പെടുത്തുള്ളൂ എന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2 തവണ ഇവൻ വന്നു. 3-ാമത്തെ തവണ എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, കൊച്ചിന് അങ്ങനെയുള്ള രോഗം, ആ മസിൽസ് വീക്കം വരുന്ന രോഗമില്ല. വചനം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മസിലൊക്കെ ഞരമ്പുകൾ വന്നു ആദ്യം. പിന്നെ മസിൽസ് ഇമ്പ്രൂവ് ആയി. നോർമൽ ഒരു ബേബി എങ്ങനെയാണോ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലേക്ക്. മസിൽസ് ഉണ്ടായില്ല.